iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. അങ്ങനെ നല്ലൊരു ഈസ്റ്ററും കൂടി കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾക്ക് ആഘോഷങ്ങൾ ഉണ്ടാകുന്ന പല ദിവസങ്ങളാണ്. മലയാളികൾ എപ്പോഴും ആഘോഷങ്ങൾ ഉറ്റുനോക്കുന്നവരുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കലണ്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്, ഓണം, വിഷു, പിന്നെ കുറച്ച് എന്താ പറയുക റംസാൻ, ബക്രീദ്, ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. പിന്നെ തിരുവാതിര, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം. അപ്പോൾ എല്ലാ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ എല്ലാ ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന രീതി. ഇപ്പോൾ ഏത് ആഘോഷം വന്നാലും നമ്മുടെ വീട്ടിൽ ഏറ്റവും ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? വിഭവസമൃദ്ധമായ ഭക്ഷണം, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ നോൺ വെജിറ്റേറിയനൊക്കെ ധാരാളമായിട്ട് കഴിച്ചിങ്ങനെ ഏതാണ്ടൊരു നോൺ വെജ് എന്ന് പറയുമ്പോൾ ചിക്കനും മട്ടണും ബീഫും അങ്ങനത്തെ കാര്യങ്ങൾ, താറാവും ഒക്കെ കഴിച്ച് ആ ഒരു ലെവലിൽ നിൽക്കുകയാണെന്നറിയാം. എങ്കിലും നമുക്കൊരു ചെറിയ നോൺ വെജിൽ തന്നെ തുടങ്ങാം. ഈ നോൺ വെജ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നോൺ വെജാണ്. ഇത് വളരെ നാടൻ. നമ്മളെപ്പോഴും വീട്ടിൽ മീൻ വാങ്ങുന്ന ആൾക്കാർ, ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ മീനല്ലേ കൂടുതലായിട്ടും വാങ്ങിക്കുന്നത്. ഇതൊരു മീനാണ്. നമ്മൾ സാധാരണ എപ്പോഴും മീൻ കൊണ്ടുള്ള വിഭവങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, ചെറിയ മീനുകളും ആവശ്യമാണ്. ഇത് അയലയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ടൊരു എന്താ പറയുക ഒരു ചേരുവ. അപ്പോൾ അയല കൊണ്ട് ഒരു നാടൻ വിഭവം. അപ്പോൾ ഇത് അയല മാത്രമല്ല കേട്ടോ, നമ്മൾ കപ്പയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കപ്പ അയല, അപ്പോൾ എന്താ പറയും, കപ്പ അയല മുളകിട്ടത്. ഇതൊരു വ്യത്യസ്തമായ വിഭവമായിരിക്കും. വളരെ നാടൻ രുചിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം, നമ്മുടെ വീട്ടിൽ എപ്പോഴും ചെയ്യാൻ പറ്റിയ കാര്യം. അപ്പോൾ ഒരു നാടൻ വിഭവമായി തന്നെ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയല മത്സ്യം 3 വലുത് കഷ്ണങ്ങളായി മുറിച്ചത്. കപ്പ 3/4 കിലോ തൊലി കളഞ്ഞ് ഇടത്തരം കഷ്ണങ്ങളായി കൊത്തി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 3/4 വേഗിൽ വേവിച്ചെടുത്തത്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 1/2 ടീസ്പൂൺ, കൊടംപുളി 4 എണ്ണം വെള്ളത്തിൽ കുതിർത്തത്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വെള്ളം ഏകദേശം ഒരു 3 മുതൽ 4 കപ്പ് വരെ ആകാം, ഉലുവ 1/4 ടീസ്പൂൺ. ഇനി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: പച്ചമുളക് 4 എണ്ണം, വറ്റൽമുളക് 10-12, ഇഞ്ചി 1 വലിയ കഷ്ണം, വെളുത്തുള്ളി 4 വലിയ അല്ലി, ചെറിയ ഉള്ളി 15 മുതൽ 20 എണ്ണം വരെ ആകാം. അപ്പോൾ നമ്മളുടെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കപ്പ മത്തി മുളകിട്ടത് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചട്ടി, നല്ല പരന്ന ചട്ടി റെഡിയാണ്. ഇത്തരം ചട്ടികളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. റോഡ് സൈഡിൽ തന്നെ പല ഭാഗങ്ങളിലൂടെയും നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇനി ഇതില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, നമുക്ക് കുറച്ച് വലിയൊരു പരന്നൊരു പാത്രത്തിൽ ചെയ്യാം. കുറച്ച് വിസ്താരമുള്ളൊരു പാത്രമാണ് നല്ലത്. അപ്പോൾ എന്തായാലും തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ ചതച്ച മസാലയാണ്. അപ്പോൾ ഒരു 10-12 വറ്റൽമുളക്, അതിനോടൊപ്പം ഒരു 15 മുതൽ 20 വരെ ചെറിയ ഉള്ളിയാകാം, ഒരു 4 പച്ചമുളക്, ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെന്താ ഒരു വലിയ കഷ്ണം ഇഞ്ചി, എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതയ്ക്കണം. നന്നായിട്ട് ചതച്ചെടുക്കുക, അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ അതൊന്ന് ചതച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ മസാല ഇവിടെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കപ്പ തന്നെയാണ്. കപ്പ ഒരു 3/4 കിലോ വരെ ആകാം. തൊലി കളഞ്ഞ് വലിയ കഷ്ണങ്ങളായി മുറിച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് 3/4 വേഗിൽ വേവിച്ച് ഊറ്റിയെടുക്കുക. അത് റെഡിയാക്കി വെക്കുക. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട താരം ആരാണ്? നമ്മുടെ അയല തന്നെയാണ്. അയലയുടെ ഞാൻ തലയും കൂടി ഉപയോഗിക്കുകയാണ് മുഴുവനെ. പക്ഷേ അതിൻ്റെ ഉള്ളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. തല എന്ന് പറയുമ്പോൾ തലയുടെ അകത്തുള്ള ഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട്. പൂവൊന്നുമില്ല, അതിൻ്റെ ഗിൽസ് എല്ലാം മാറ്റിയതാണ്. പൂവൊക്കെ മാറ്റി നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി എടുത്തതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം തല ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരില്ലേ തലക്കറിയൊക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് വിചാരിക്കാം. അപ്പം 3 പ്രധാന കാര്യങ്ങൾ ഇവിടെ റെഡിയായി. പിന്നെ ഇനി ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കൊടംപുളിയാണ്. ഒരു 4-5 കഷ്ണം വെള്ളത്തിലിട്ട് വയ്ക്കുക. ആവശ്യാനുസരണം നമ്മൾ 4 കഷ്ണം വരെ വേണ്ടി വരും. അപ്പോൾ നമുക്കിനി അടുപ്പ് കത്തിക്കാം. എന്നിട്ടൊരു മീൻ ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഉലുവ, മുഴുവനേ ആകാം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഉലുവ മൂത്ത് തുടങ്ങി. ഇനി നമ്മൾ കറിവേപ്പില കുറച്ച് മാറി നിന്നിടാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചതച്ച മസാല, അതിൻ്റെ പച്ചച്ചുവയൊന്നും മാറണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചതച്ച മസാല എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഒരു 4 വലിയ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 വറ്റൽമുളക്, ഒരു 4 പച്ചമുളക്,
ഇതെല്ലാം കൂടി, പിന്നെ അതിനോടൊപ്പം ചെറിയ ഉള്ളി ഒരു 15 മുതൽ എല്ലാം കൂടി ചേർത്ത് ചതച്ചെടുത്താണ്. നന്നായിട്ട് ചതയ്ക്കണം. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയും ചേർത്തു, ഒരല്പം ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് മൂപ്പിച്ചു. അപ്പോൾ ഈ പച്ച മസാലയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറും. ഇതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല മണം, നല്ലൊരു മണം വരുന്നു. ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ആ ചതച്ച മസാല ഇങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ, ഒരു പ്രത്യേക മണമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, ആദ്യം നമ്മളൊരു 3 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി 1 കപ്പ് റെഡിയാക്കി വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് നമ്മൾ കൊടംപുളിയും കൂടി ചേർക്കണം. ഒരു 4 കഷ്ണം കൊടംപുളി വെള്ളത്തിൽ കുതിർത്തത്. അതായത് ഉപ്പും പുളിയും ഒക്കെ ചേർത്തു. ഇനി എന്താണ് വേണ്ടത്? ഒന്ന് തിളയ്ക്കണം. തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. ഇപ്പോൾ തിള വന്നു തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. ഇനി ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. 1.5 ഞാൻ ഇടുന്നു, എത്ര തന്നെ വേണമെന്നില്ല. ഇത്ര രൂപ വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആയിട്ടും മതി. അപ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളായി, കുറച്ച് ഓറഞ്ച് റെഡ് കളർ കൂടി നല്ല തിളയായി കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ, അപ്പോൾ ഇതിനൊരു തലക്കറിയുടെ ഗുണം കിട്ടും. കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇനി എന്താ വേണ്ടേ? എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു. 1 കപ്പ് എൻ്റെ കയ്യിലുണ്ട്. ആ 1 കപ്പും കൂടി ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ 4 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പാത്രം ഒന്ന് അടച്ചിടാം, എന്നിട്ട് ഒരു നല്ല തിള വരട്ടെ. അത് കഴിഞ്ഞ് പാത്രം അടപ്പ് മാറ്റി ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് ഏകദേശം വെന്ത് വരും. ചാറൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ കുറുകി വരും, കൊഴുത്ത് വരും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക്. ഇപ്പോൾ അടപ്പ് മാറ്റി ഒരു 10 മിനിറ്റ് സമയമായി. ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല തിളയിൽ കിടക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. നമുക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ചെറിയ തീയിൽ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കാം. നല്ല രസമാണ്. ഇനി ചട്ടി ഒന്ന് അനക്കി കൊടുത്താൽ മതി, ഇളക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആക്കും. ഇച്ചിരി ചാറ് വേണം. ഇപ്പം നല്ല പുളിയും ഉപ്പും ഒക്കെ ഇറങ്ങി, മീനിൻ്റെ സ്വാദും ഒക്കെ ഇറങ്ങി ഇങ്ങനെ നല്ല മണം. ഇനി എന്താണ്? ഒരു 3/4 വേഗിൽ വേവിച്ച കപ്പ ഒരു 3/4 കിലോ റെഡിയാക്കി വെക്കുക. വലിയ ഇങ്ങനെ എന്താ പറയുക കഷ്ണങ്ങളായിട്ട്. അതിനി ഇതിലേക്ക് ഇട്ട് തുടങ്ങും. അപ്പോൾ കുറച്ച് ചാറുണ്ടല്ലോ, ഇത് 3/4 വേഗിലെ വേഗിക്കാവും. കപ്പയും മീനും എല്ലാം കൂടി കിടന്നൊന്ന് വേഗട്ടെ. അപ്പോൾ കപ്പയുടെ ബാക്കി വേഗം കൂടെ ഈ കൂട്ടത്തിൽ നടക്കും. അകത്ത് മീനൊക്കെ ഉണ്ടേ, അവരെല്ലാം ഒളിവിലാണ്. അകത്തേക്ക് പോയി കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വീണ്ടും ഒന്ന് ചട്ടി അനക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് വെന്ത് ഒരു വിധം വറ്റിയാൽ മതി. ഒരുപാട് ഡ്രൈ ആവണ്ട, ഒരല്പം ചാറിരുന്നാലും കുഴപ്പമില്ല. മീൻ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇത് പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിൽ തന്നെ അടച്ചങ്ങ് ഇട്ടുകയാണ്. അപ്പോൾ അതിൽ കിടന്നിങ്ങനെ ഒരു വിധമൊക്കെ വറ്റി ഇങ്ങനെ റെഡിയായിട്ട് ഇരിക്കും. ഇനി ഇത് കിടക്കട്ടെ, ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേഗം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റിയിരുന്നു, ഇടയ്ക്ക് വെച്ചാൽ നോക്കൂ. ഇപ്പോൾ ഏകദേശം റെഡിയാണ്. ഒരല്പം ചാറോടുകൂടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിനി ഇങ്ങനെ വറ്റും. ഈ ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വറ്റി റെഡിയായി വരും. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കപ്പയെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ മീനിൻ്റെ അരപ്പിൽ കിടന്ന് തന്നെയാണ് ആ കപ്പ വെന്തിരിക്കുന്നത്. ഒരു 3/4 വേഗിൽ വേവിച്ച കപ്പയായിരുന്നു. അത് ഇതിനകത്ത് കിടന്ന് വെന്ത് കഴിഞ്ഞു. ഇതിനകത്തെല്ലാം മീനിൻ്റെ കഷ്ണങ്ങളും മീനിൻ്റെ തലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗംഭീരമായിരിക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില എക്സ്ട്രാ നമുക്കൊരു 2 എണ്ണം മുറിച്ചിടാം. കിടക്കട്ടെ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ആദ്യം ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ ആകാം വഴറ്റാൻ. ഇനി ലാസ്റ്റ് ഒരല്പം 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ. അതൊരു പ്രത്യേക മണവും രുചിയും തരും.
നമ്മുടെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും വെച്ചു. ഇനി തീ ഓഫ് ചെയ്തിട്ട് പാത്രം ഒന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ നിൽക്കരുത്. ഒരല്പം ഒന്ന് തണുത്ത് അമർന്ന് ഈ ചട്ടിയുടെ രുചിയും കൂടി അതിലേക്ക് വരണം. ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. നോക്കൂ, തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുന്നതാണോ? അതങ്ങനെയാണ്. ഇങ്ങനത്തെ ചട്ടി എന്ന് പറഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ ചൂടിങ്ങനെ കുറേ നേരം റീറ്റെയിൻ ചെയ്യും. ഇപ്പോൾ കൽച്ചട്ടി ആണെങ്കിലും അങ്ങനെയാണ്, ഇതുപോലത്തെ മൺചട്ടി ആണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു മണം, പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും നമ്മുടെ കുടംപുളിയും പിന്നെന്താ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇതിൻ്റെ എല്ലാം ഒരു ഒരു ഭയങ്കര കോമ്പിനേഷനാണ് ഇതെല്ലാം. കൂടെ നമ്മുടെ കപ്പയെല്ലാം പാകത്തിന് വെന്ത, നല്ല കുഴഞ്ഞ് പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വെന്താൽ മതി. അത് നല്ല മാവുള്ള കപ്പയായിരിക്കണം. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു രീതിയായിരിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിങ്ങനെ അതിൻ്റെ ചാറും കപ്പയും ആ മീനിൻ്റെ ഒരു കഷ്ണമോ തലയോ എന്തെങ്കിലും ചേർത്ത് ഒരു പോർഷൻ അങ്ങോട്ട് എടുക്കുക, ഒരു വാഴയിലയിലേക്ക് വയ്ക്കുക, കഴിക്കുക. 4 മുതൽ 5 ആൾക്കാർക്ക് വരെ നന്നായിട്ട് കഴിക്കാം. ഒരു നല്ലൊരു പോർഷൻ കഴിക്കാം. ഒരാൾ, 2 ആൾ, 3, 4, 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. 2 കഷ്ണം മീനും കുറേ കപ്പയും അതിൻ്റെ അരപ്പും എല്ലാം കൂടെ ചേർത്ത് എന്തായിരിക്കും ഒരു സ്വാദ്. ഇതിനോടൊപ്പം ഒരല്പം ചോറും കൂടി കരുതിക്കോളും, കുഴപ്പമില്ല. ഇതൊരു പോർഷൻ, അതിനോടൊപ്പം നല്ല ചമ്പാവരി ചോറും, ഇത് രണ്ടും കൂടി മാത്രം മതി. സുഖമായിട്ട് നമുക്ക് വയറ് നിറച്ച് മനസ്സ് നിറയുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു നാടൻ ഒരു ഊണായി അത് മാറും. എന്തായാലും നമ്മുടെ വിഭവം റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് കൂടുതൽ ഇത് ഇപ്പോഴും തിള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തിളയൊക്കെ ഒന്ന് അടങ്ങി പാത്രത്തിലിരുന്ന് തന്നെ അത് വറ്റി റെഡിയായിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്? എളുപ്പമല്ലേ? എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അമ്മിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി അതും ഒരു വ്യത്യസ്തമായ നാടൻ വിഭവമാണ്. നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാണ്, ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി. മുരിങ്ങയില നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലത്. അതിനകത്ത് ധാരാളം അയൺ കണ്ടൻറ്റുള്ള കാര്യമാണ്. വീട്ടുമുറ്റത്തുനിന്ന് പറിക്കാൻ പറ്റിയ കാര്യമാണ്. ഭയങ്കര നല്ലതാണ്. വലിയ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയാലോ ആവാം അല്ലേ? പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ നമ്മളൊരു മുരിങ്ങയില മുട്ടത്തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുരിങ്ങയില 4 കപ്പ്, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, മുട്ട 3 എണ്ണം, എണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 or 5, ഉപ്പ് ആവശ്യത്തിന്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പച്ചമുളക് 3 or 4, വെളുത്തുള്ളി 2 വലിയ അല്ലി, ചെറിയ ഉള്ളി 5 or 6 വലുത്, കുരുമുളക് 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അങ്ങനെ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ മുരിങ്ങയില തന്നെയാണ്. മുരിങ്ങയില നമ്മൾ കത്തി കൊണ്ടോ ഒന്നും ചെയ്യരുത്, കൈ കൊണ്ട് ഇറുത്തെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ഫ്രഷ് മുരിങ്ങയില ഇവിടെ ഉണ്ട്. ഇതെൻ്റെ വീട്ടുമുറ്റത്തുനിന്ന് പറിച്ചത് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അരപ്പ് റെഡിയാക്കണം. അരപ്പെന്ന് പറയുമ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും, അതിലേക്ക് ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളകാകാം, പിന്നെന്താ കുരുമുളക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ആകാം, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 5 or 6 കൊച്ചുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു തോരൻ പാകത്തിന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ അരപ്പ് റെഡിയാണ്. ഒരു തോരൻ പാകം എന്ന് പറയുമ്പോൾ തോരനെക്കാട്ടി ഇച്ചിരിയോടൊന്ന് ചതച്ചിട്ടുണ്ട്. ഓക്കെ, അത് റെഡി. ഇനി എന്താ? ഇനി വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം നാടനല്ലേ, അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ കടുക്. ഇനി വറ്റൽമുളക് 3 or 4 വറ്റൽമുളക്, എത്ര ആയാലും കുഴപ്പമില്ല. തീ അല്പം കുറയ്ക്കാം. ഇനി ഇതിലേക്ക് സവാള, ഒരു വലിയ സവാള, തീരെ ചെറുതായി അരിയണം നിർബന്ധമില്ല, ഇടാം. എന്നിട്ട് ഒന്ന് വാടിയാൽ മതി, ബ്രൗൺ ഒന്നും ആകണ്ട, ലൈറ്റ് ബ്രൗൺ പോലും ആകണ്ട. ഒന്ന് ചെറുതായി നിറം മാറാൻ തുടങ്ങിയാൽ മാത്രം മതി. നമുക്ക് ഏകദേശം ആ ഒരു പാകത്തിന് നമ്മളിതിലേക്ക് മുരിങ്ങയിലയും കൂടി ചേർക്കും. അപ്പോൾ മുരിങ്ങയില കണ്ടു കഴിഞ്ഞാൽ ഒരുപാടുള്ളതുപോലെ തോന്നുന്നു അല്ലേ? ഇത് 4 കപ്പ് ഞാൻ അളന്നെടുത്തതാണ്. പക്ഷേ ഇത് വാടിക്കഴിയുമ്പോൾ ഒന്നുമില്ല,
അതാണ് അതിൻ്റെ പ്രത്യേകത. അതിപ്പോൾ ഏത് ഇലയാണെങ്കിലും അങ്ങനെയാണ്. ചീരയാണെങ്കിലും പാലക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ്. മത്തനിലയാണെങ്കിലും എല്ലാം വാടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. നല്ല തീയിലാണ്, അത് കാരണം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാകും. ചൂടായി കിടക്കുകയാണ് നമ്മളുടെ ചട്ടി. ഇനി ഇതിലേക്ക് മുരിങ്ങയില. ഇടുമ്പോൾ തന്നെ വാടി തുടങ്ങും. പൊട്ടുന്ന ശബ്ദം കേട്ടോ, പൊട്ടുന്ന പൊട്ടാസ് മാതിരി. ഈ മുരിങ്ങയില ശരിക്കും ഒരല്പം നെയ്യിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വഴറ്റി കഴിക്കാനും ഭയങ്കര സ്വാദാണ്. അതിൽ വേറെ ഒന്നും ആവശ്യമില്ല. ഒരല്പം നെയ്യിലിങ്ങനെ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്വാദാണ്. ചുരുങ്ങി പോവാണ് നമ്മളുടെ മുരിങ്ങയില. ഒരല്പസമയം ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കാം. ഒരു ചട്ടി നിറച്ചുണ്ടായിരുന്ന ഇലയാണ്. ഇപ്പം നോക്കൂ, അതിൻ്റെ ഒരു അറ്റത്ത് മാത്രം ഒരു കാൽ ഭാഗമായി. ഇത് ഒരുപാട് വേഗമുള്ള ഇലയൊന്നും അല്ല. പെട്ടെന്ന് തന്നെ വാടുമ്പോൾ തന്നെ ഏകദേശം അത് വെന്ത് കിട്ടും. അപ്പം ഏകദേശം കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് തീ ഒരല്പം കുറച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ അരപ്പ് വയ്ക്കാം. അതും കൂടി ചേർത്ത് അരപ്പ് റെഡി. അരപ്പിനോടൊപ്പം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി എന്താ, ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാം. ആ മുരിങ്ങയില കൊണ്ട് തന്നെ നമുക്കതിനെ ഒന്ന് അടയ്ക്കാം. അരപ്പിലേക്കൊന്ന് നല്ലതായിട്ട് ആവി കയറട്ടെ. അതിൻ്റെ പച്ചച്ചുവയൊക്കെ പോകണം. കൂട്ടത്തിൽ നമ്മുടെ മുരിങ്ങയില കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റായിട്ട് പൂർണ്ണമായും വെന്ത് കിട്ടും. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പാത്രം ഒരു അല്പസമയം, ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചിടാം. അത് കഴിഞ്ഞ് തിരിച്ചു വരും. വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മൾ അടപ്പ് മാറ്റുന്നു. ഇപ്പോൾ ആവിയെല്ലാം കയറി അരപ്പെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ടാവും. നോക്കാം. അരപ്പൊക്കെ വെന്തു. ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരുന്നത്. പാകത്തിനായി. ഒരു ചെറിയൊരു ഈർപ്പമുണ്ട്. ആ ഈർപ്പം നമുക്കിപ്പോൾ വേണം. ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം, ഒരല്പം സ്ഥലം ഉണ്ടാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം എണ്ണ. നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചോളൂ. ഇനി ഒരല്പം എണ്ണ, ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് 3 മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇത് നമ്മൾ ചെയ്യുന്നത് മുരിങ്ങയില മുട്ടത്തോരൻ. അപ്പോൾ മുട്ടയ്ക്കൊരു പ്രസക്തി ഉണ്ടല്ലോ, അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടായാലും മതി കേട്ടോ. ഞാനൊരു 3 എണ്ണം പ്ലാൻ ചെയ്തു. ഉള്ളതുപോലെ നമ്മുടെ ഇതിൽ എത്ര മുട്ടയുണ്ടോ അതനുസരിച്ചിട്ട്. ഇനി ഒരല്പം ഉപ്പ് മുട്ടയിലേക്ക് ചേർക്കാം. അതിനൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അധികം വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കും. ഏതാണ്ടായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. എല്ലാം കൂടെ ചേർന്ന് ഒരു ഇളക്ക്. അപ്പോൾ മുട്ടയുടെ പീസസ് എല്ലാം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഏതാണ്ട് സെറ്റായി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ നല്ല രസമായിട്ട് വരും. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ക്രമീകരിക്കുക. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിതിൽ ഉപ്പ് ചേർക്കാം, പ്രശ്നമില്ല. പിന്നെ എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് എക്സ്ട്രാ ആയിട്ട് ചേർക്കാം. ഇതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ. കാണുന്നുണ്ടല്ലോ, അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ റെഡി. ഒരുപാട് ഉണക്കി എടുക്കണ്ട, ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണമെന്നില്ല. വേണമെങ്കിൽ ആകാം, വേണ്ട കുറച്ച് നേരം കൂടെ ഇളക്കി ഇരുന്നാൽ മതി. ഇത് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി പാത്രത്തിലേക്ക് മാറ്റാം.
എളുപ്പത്തിൽ തന്നെ നമ്മളൊരു മുരിങ്ങയില മുട്ടത്തോരൻ റെഡിയാക്കി. ഇത് നമ്മളുടെ വീട്ടിൽ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. കാര്യം വീട്ടിലൊരു മുരിങ്ങ ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. മുട്ട മിക്കവാറും എല്ലാ വീടുകളിലും കാണുമല്ലോ. 1-2 മുട്ട എന്തായാലും എടുക്കാനുണ്ടാവും. 3 മുട്ട എന്നുള്ളതിന് പകരം 2 മുട്ട ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുക. ഇപ്പം നമ്മളുടെ ചോറിന് വലിയ കറികളൊന്നും ഇല്ലെങ്കിൽ ഒരു പുളിശ്ശേരിയോ മോര് കാച്ചിയതോ ഇങ്ങനെ ഒരു മീനൊന്നും ഇല്ലാത്തൊരു ദിവസം ആയിക്കോട്ടെ, മുരിങ്ങയില മുട്ട തോരനും ഒക്കെ ഉണ്ടാക്കി ഒരു അച്ചാറുണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ എന്ത് രസമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. കാര്യം ഫുൾ ഓഫ് അയണാണ് നമ്മളുടെ മുരിങ്ങയിലയിൽ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് 2 നാടൻ വിഭവങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയത്. വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് 2 വിഭവങ്ങളും പരീക്ഷിക്കുക, ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണും.